ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ബലൂൺ വെച്ചിട്ടൊരു ഡോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നല്ല ഭംഗിയുള്ളൊരു ഷോപ്പ് പീസാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും ബലൂൺസ് വേണ്ട, ഒരെണ്ണം മാത്രം മതി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ഒരു ബലൂൺ നമുക്ക് വീർപ്പിക്കാം. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ഒരു മീഡിയം സൈസിൽ മതി. എന്നിട്ട് ഞാനിവിടെ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ പഴയ നോട്ട്ബുക്കിലെ പേജസ് ആയാലും മതി. അപ്പോൾ അതിനും ഒരു റീയൂസിങ് ഐഡിയ ആയിക്കോളും. കുറച്ച് വൈറ്റ് ഗ്ലൂ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ വൈറ്റ് ഗ്ലൂ ആണുള്ളത്, അതുകൊണ്ടാണ് അതെടുത്തത്. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗമ്മ് ബലൂണിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ പീസസ് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 2-3 ലെയറിൽ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മൾ ഈ ബലൂണിൻ്റെ കാറ്റഴിച്ച് വിടുന്ന സമയത്ത്. അത്ര ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 ലെയർ ഒട്ടിക്കാൻ വേണ്ടി നോക്കാം. ഈ ബലൂണിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ആ ഭാഗത്ത് മാത്രമേ ഒട്ടിക്കാത്തതുള്ളൂ. ഇനി ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കയ്യിലുള്ള ഏതെങ്കിലും കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് ഇതേപോലെ റൗണ്ടിൽ അകത്തേക്കാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി പുറത്തേക്കുള്ള ആ ഒരു എൻഡിൽ നിന്ന് മടക്കി തുടങ്ങാം. ഇനി ഗമ്മ തേച്ചൊട്ടിക്കാം. ഇതുപോലെ ബാക്കി ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബലൂണിലെ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂണിൻ്റെ കാറ്റഴിച്ച് വിടണം. പെട്ടെന്നങ്ങ് വിട്ട് കളയരുത്, അപ്പം നമ്മുടെ പേപ്പർ ചുരുങ്ങി പോവും. ഇതേപോലെ പതുക്കെ എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് കാറ്റ് വിട്ടാൽ മതി. ബലൂണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അകത്തുണ്ട്, അത് കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും മതി. അപ്പോൾ ഇത് നമുക്ക് സെയിം ലെവലിലാക്കി എടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മൾ താഴെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ആട്ടമുണ്ട്. അപ്പോൾ നമുക്ക് സെയിം ലെവലിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ ഞാൻ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്ന സമയത്ത് അതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പേപ്പർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേസായിട്ട് ഈ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഡോളിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഇപ്പം ഞാനിവിടെ പഴയ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ് എടുത്തിട്ടുള്ളത്. ഇതിലും നല്ലത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുന്നതാണ്. ഇതിനാകുമ്പോൾ കട്ടി കുറവാണ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസ് കുറച്ച് കട്ടിയുള്ള തന്നെ നോക്കിയെടുക്കുക. എന്നിട്ട് ഞാനിതിലൊരു ബാർബിയുടെ പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ആ ഔട്ട്ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്.
ഇപ്പോൾ ഡോളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഞാൻ പല കളറിലുള്ള ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ സ്കൈ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഒരു ലെയർ. അതിനുശേഷം റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ ബാർബി ഡോളിൻ്റെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൽ കൂടി നമുക്ക് ഡ്രസ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇതേപോലെ ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഡോളിൻ്റെ ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഡോൾ ഇടയ്ക്കിടയ്ക്ക് ആടി കളിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഡാൻസിങ് ബാർബി ഡോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രോക്കിലുള്ള ഫ്ലവേഴ്സാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത്. ബലൂൺ വെച്ചിട്ടാണ് ഈ ഒരു ഡോളിന് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കണ്ടാൽ പറയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോപ്പ് പീസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.